ഇന്നലെ രാത്രിയാണ് ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിന് തീ പിടിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട് വിമാനം തിരിച്ചിറക്കുകയും അതുമായി ബന്ധപ്പെട്ട് ചില പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ മറ്റൊരു വിമാനത്തിൽ തീ പിടിച്ച വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെ കൊച്ചിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് പോവാം. നമ്മളോടൊപ്പം ചേർന്ന ആലുവ സ്വദേശിയായ വ്യക്തിയാണ്. ചേട്ടാ, പേരെങ്ങനെയായിരുന്നു? എബി. ചേട്ടാ, ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ആക്ച്വലി 9:45 ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടത്. പിന്നെ അത് 10:05 പിന്നെ 10:30 ഞങ്ങൾ ബോർഡ് ചെയ്തത്. ഫ്ലൈറ്റ് 11 മണിയായപ്പോഴാണ് ടേക്ക് ഓഫ് ആയത്. ടേക്ക് ഓഫ് ആയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് വലിയൊരു ഒച്ച കേട്ടു. അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് ഇങ്ങനെ നിന്ന് ടിൽറ്റായിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു ഒച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഞാനിങ്ങനെ റിയർ സീറ്റിലായിരുന്നു, 27 ആയിരുന്നു എൻ്റെ സീറ്റ്. അപ്പോൾ ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ വിങ്സ് ഉണ്ട്. വിങ്സിൻ്റെ അവിടെ നോക്കുമ്പോൾ തീ ഇങ്ങനെ ആളി കത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് അവിടെ ആ സൈഡിലുള്ള പാസഞ്ചേഴ്സൊക്കെ പേടിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയപ്പോൾ ക്രൂ മെമ്പേഴ്സൊക്കെ ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളവരെ വിളിച്ച് കാണിച്ചു, തീ കത്തുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ലാന്ന്. അപ്പോഴാണ് അവർ അത് ശ്രദ്ധിക്കുക. പിന്നെ അവർ ക്യാപ്റ്റനെ വിളിച്ച് വിവരം അറിയിച്ചു. ഫ്ലൈറ്റ് അപ്പുറം പോയിക്കൊണ്ടിരിക്കുകയാണ്, തീ കൂടിക്കൂടി വരുവാണ്. പിന്നെ ക്യാപ്റ്റന്റെ അടുത്തുനിന്ന് മെസ്സേജ് വന്നു, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഇറ്റ്സ് അണ്ടർ കൺട്രോൾ, വി ആർ റിട്ടേണിംഗ് ബാക്ക് ടു ബാംഗ്ലൂർ എന്ന് അനൗൺസ് ചെയ്തു. ഫ്ലൈറ്റ് റൺവേയിലായിരുന്നോ അതോ എയറിലെത്തി? എയറിലാണ്. ഓൾമോസ്റ്റ് 10 മിനിറ്റ്സ് ജേർണി ടേക്ക് ഓഫ് ആയതിനു ശേഷം. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലോട്ട് വന്നു. ലാൻഡായപ്പോൾ എമർജൻസി എക്സിറ്റ് ഓപ്പൺ ചെയ്തു. പിന്നെ സ്ലൈഡ് ഇതായിരുന്നു ഇറങ്ങാനായിട്ടുള്ളത്. അപ്പോൾ ആൾക്കാർ അതുവരെ ഈ ക്രൂ മെമ്പേഴ്സ് സോഫ്റ്റായിട്ട് പറഞ്ഞ് ലാൻഡായി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അവർ തന്നെ ഒരു പാനിക് ക്രിയേറ്റ് പോലെ ആയിപ്പോയി. അവർ പറഞ്ഞു, ജംപ് ഇമ്മീഡിയറ്റ്ലി, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ജംപ് ക്വിക്ക് എന്ന് പറയാൻ തുടങ്ങുമല്ലോ. ആൾക്കാർക്കൊക്കെ പേടി. അപ്പോൾ ഏത് സമയത്ത് പൊട്ടിത്തെറിക്കുന്നുള്ളൊരു ചിന്തയായിരുന്നു എല്ലാവർക്കും. അപ്പോൾ പുറകിൽ നിന്നുള്ളവരൊക്കെ എടുത്ത് മുമ്പിലോട്ട് ചാടി എങ്ങനെയും ഇറങ്ങാനുള്ളത്. ആ ഒരു ഹറിബറിയിൽ ഇത് സ്കിഡായി വന്നു വീഴുമ്പോൾ അവരുടെ പുറകെ തന്നെ 4-5 പേര് വരിക, അവർക്ക് എഴുന്നേക്കാൻ പറ്റാതെ അവരുടെ മേത്തോട്ട് ഇവർ വീഴുക. അങ്ങനെ കുറച്ച് ഇതുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് ഇഞ്ചുറി ഉണ്ടായിരുന്നു, അവിടെ ഇവിടെ സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു. പിന്നെ ഇറങ്ങിയ ആൾക്കാർ എടുത്ത വഴി ഓടുവാണ് സേഫ് പൊസിഷനിൽ നിൽക്കാൻ വേണ്ടി. അങ്ങനെ ഓടിയ കൂട്ടത്തിൽ 2-3 പേര് വീണ്. അതിൽ കുറച്ച് പ്രായമായവർ, അവർക്ക് ഫെയിൻ്റ് ആയവർ. പിന്നെ എമർജൻസി ആംബുലൻസ് ഇതൊക്കെ വന്നു. പിന്നെ ഇവരുടെ ഫയർ എഞ്ചിൻ വന്ന് അതൊക്കെ ഡൗസ് ചെയ്തു. സിക്കായിട്ടുള്ളവരെ അപ്പം തന്നെ അവരെ ആംബുലൻസിൽ കയറ്റി. പിന്നെ ബാക്കിയുള്ളവരെ അവർ എയർപോർട്ടിൽ കൊണ്ടുവന്നു. ഇതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു ഞങ്ങൾക്ക് എയർപോർട്ട് അതോറിറ്റീസിന്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ എയർപോർട്ട് അതോറിറ്റീസ് പറഞ്ഞാൽ വാട്ട് എവർ വി ക്യാൻ ഡു വി ഹാവ് ഡൺ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയ വെള്ളം ഇതൊക്കെ തന്നു. അതാ പറഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ. ബാക്കിയുള്ളത് എയർലൈൻസ് അതോറിറ്റീസിൻ്റെയാണ്. അപ്പോൾ എയർലൈൻസ് അതോറിറ്റീസ് പറഞ്ഞത് 2 മണിയായപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളൊരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് തരാം, നിങ്ങളൊക്കെ പൊക്കോ, നിങ്ങളുടെ ലഗേജസ് ഒക്കെ നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എത്തിക്കും. അപ്പോൾ ആ വീട്ടിൽ എങ്ങനെ എത്തിക്കും എന്നുള്ളതിന് അവർക്ക് പ്രോപ്പർ ആൻസേഴ്സ് ഇല്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഹാൻഡ് ലഗേജസ് ഉണ്ട്, അതിൽ ഒത്തിരി പേരുടെ വാലറ്റ്സ് ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്, ഫോൺ ചാർജസ് ഉണ്ട്. കാരണം ഈ ഫ്ലൈറ്റ് പൂനെയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അവരുടെ ഫോണൊക്കെ ഓൾമോസ്റ്റ് ചാർജ് ഡിം ആയിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് കാരണം അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ഹാൻഡ് ലഗേജസ് നിങ്ങൾ തരിക, ബാക്കിയുള്ള ലഗേജ് പിന്നെയാണ് ഞങ്ങൾ കളക്ട് ചെയ്യാം. അപ്പോൾ അവരതിന് കൂട്ടാക്കിയില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോകത്തില്ല, ഞങ്ങളുടെ ഹാൻഡ് ലഗേജസ് വേണം. കാരണം ഞങ്ങൾക്ക് വെളിയിൽ ഇറങ്ങിയാൽ ഒരു ടാക്സി പിടിച്ച് പോകണമെങ്കിലും പൈസയ്ക്ക് ഞങ്ങളുടെ വാലറ്റ്സ് ഒക്കെ അതിൻ്റെ അകത്താണ്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ബഹളം ഉണ്ടാക്കി. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങളുടെ പ്രോട്ടോക്കോളാണ്, ഞങ്ങൾക്ക് ഇതിപ്പോൾ ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് DGCയുടെ പെർമിഷൻ വേണം, ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സമ്മതിച്ചില്ല, ഞങ്ങൾ എന്നാലും ഇവിടെ തന്നെ നിൽക്കുള്ളൂ. നിങ്ങൾക്കത് പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായി? തീർച്ചയായിട്ടും. ഞങ്ങൾ വാട്ട് എവർ വി ഗോട്ട് ഈവൻ ദിസ് ഫ്ലൈറ്റ്, ഞങ്ങൾ പ്രതിഷേധത്തിന്റെ കാരണം കൊണ്ട് തന്നെയാണത് ശരിയായിട്ടുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഇവർ ഫ്ലൈറ്റ് ഇസ് റെഡി, ക്രൂ മെമ്പേഴ്സ് ആർ റെഡി എന്ന് പറഞ്ഞ് ലഗേജ് കിട്ടിയതിന് ശേഷം ഞങ്ങൾ ചോദിക്കുമ്പോൾ ഫ്ലൈറ്റ് ഇല്ലെന്നാണ് അവർ പറയണത്. പിന്നെ അവർ പറഞ്ഞത് 12 മണിക്കാണ്. അപ്പോൾ ഞങ്ങൾ പറയുകയാണ്, നിങ്ങളല്ലേ പറഞ്ഞ ഫ്ലൈറ്റ് ഉണ്ട്, എല്ലാം റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ ആ ഫ്ലൈറ്റും ക്രൂ മെമ്പേഴ്സ് എവിടെ, അവരൊക്കെ പോയി. അപ്പോൾ ഞങ്ങളോട് പറയാണ്, ഞങ്ങൾ അക്കോമഡേഷൻ തരാം വെളി പോകാനായിട്ട്. ഞങ്ങൾ പറഞ്ഞു വെളിയിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് ഞങ്ങൾക്ക് ഇന്നാകാനായിട്ട് എന്താണ് ഉറപ്പുള്ളത്? പിന്നീട് ഞങ്ങൾ ഔട്ട്സൈഡറാണ്, ഞങ്ങളുടെ ബോർഡിംഗ് പാസ്സൊക്കെ ഇവിടെ ആയിപ്പോയി. അത് കാരണം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വെളിയിൽ പോകത്തില്ല, ഞങ്ങൾക്ക് ഇവിടെ തന്നെ അക്കോമഡേഷൻ തരാമല്ലോ, ലൗഞ്ചുണ്ട്. കാരണം രാത്രി മുഴുവനും പ്രായവരൊക്കെ ഈ വെറും സിംഗിൾ ചെയറിൽ ഇരുന്ന് കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അവർക്കുള്ള നിങ്ങൾ അറേഞ്ച്മെന്റ് ചെയ്യും, അതും അവർ ചെയ്യാൻ കൂട്ടാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത്രയും പ്രതിഷേധിച്ചതിന് ശേഷം ഒരു 9 ആയപ്പോൾ അവർ ബോർഡിംഗ് പാസ് വന്നു. 10 മണിക്ക് ഫ്ലൈറ്റാന്ന് പറഞ്ഞിട്ട് ഒരു 8 മണിയായപ്പോൾ കൊണ്ടുവന്ന് തന്നു. അതിൽ നോക്കുമ്പോൾ 139 പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 220 പേർക്കാണ് ഇവർ ബോർഡിംഗ് പാസ് തരുന്നത്. ബാക്കി ഉള്ള ആൾക്കാർക്ക് ബോർഡിംഗ് പാസ് ഇല്ല. അതിൽ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ട്, കൊച്ചിനില്ല. അപ്പോൾ അവർ പറഞ്ഞാൽ അതിന് ആൾട്ടർനേറ്റീവ് അവർ അടുത്ത ഫ്ലൈറ്റ് അത് എപ്പോഴാണെന്നൊന്നും സമയം പറയുന്നില്ല. ഒരു ഫാമിലിയിലുള്ളവർക്ക് തന്നെ
വേണം. അപ്പം കിട്ടിയവര് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോകത്തില്ല, എല്ലാവരുടെ കാര്യങ്ങൾ സെറ്റിലാക്കിയിട്ടേ പോകുള്ളൂ. അത് കാരണം അവർക്കുള്ളത് എന്തെങ്കിലും നിങ്ങൾ ഒരു ഫ്ലൈറ്റ് തന്നെ അക്കോമഡേറ്റ് ചെയ്ത്, നിങ്ങൾ ഏതായാലും ചാർട്ടേഡ് ഫ്ലൈറ്റ് ആണല്ലോ നിങ്ങൾ ഏർപ്പെടുന്നത്, അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഈ എല്ലാ പാസഞ്ചേഴ്സിനും ഒന്നിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ പോയത്? അപ്പോൾ അവർ പറഞ്ഞത് ചെറിയ ഫ്ലൈറ്റ് ആണ്. ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല, അത് കാരണം അവർക്കുള്ള എന്തെങ്കിലും റെമഡി ഇല്ലാതെ ഞങ്ങൾ കയറത്തില്ല എന്ന് പറഞ്ഞു. അവസാനം ഇങ്ങനെ ഇപ്പോൾ കൊച്ചിന് ഒരാൾ സ്പ്ലിറ്റ് ആണെങ്കിൽ അവരെ ഇതിലാക്കിയിട്ട് സിംഗിൾ ആയിട്ടുള്ളവരെ നിങ്ങൾ അടുത്ത ഫ്ലൈറ്റിൽ പോകും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഒത്തുതീർപ്പാക്കി. പിന്നെ ഞങ്ങളെ ഒരുമാതിരി ഒരു ത്രെട്ടനിങ് രീതിയിലാണ് അവർ പറഞ്ഞത്. ഓഫീസേഴ്സ് ത്രെട്ടൻ ചെയ്തു, നിങ്ങൾ ഈ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കും നിങ്ങൾക്കായിട്ട് ഒരു ബന്ധവുമില്ല, യു ആർ മിസ്സിംഗ് യുവർ ഫ്ലൈറ്റ് ആൻഡ് ഇറ്റ് ഇസ് യുവർ ഓൺ റിസ്ക്, അത്രയേ ഉള്ളൂ. നിങ്ങൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പം ഞങ്ങൾ സോളിഡാരിറ്റി പറയുകയാണ്, ഇവരുടെ ഒപ്പം ഞങ്ങൾ നിൽക്കുക, അവർക്കുള്ളത് ശരിയാക്കിയിട്ടേ പോകുമെന്ന് പറയുമ്പോൾ അവർ ഞങ്ങളോട് പറയുകയാണ് പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല എന്ന്. പിന്നെ ഞങ്ങൾക്കും അവരെ ഉപേക്ഷിച്ചിട്ട് പോകാൻ ഞങ്ങൾക്കും മനസ്സില്ല, കാരണം ഇത്രയും ദൂരം ഞങ്ങളുടെ കൂടെ നിന്നവരാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഫോർമുല പറഞ്ഞു, അങ്ങനെ ഫാമിലി സ്പ്ലിറ്റ് ആകാതെ. ചിലർ പറഞ്ഞു 3 പേർക്ക് കിട്ടിയിട്ടുണ്ടാവും, അവർ പറഞ്ഞില്ല ഞങ്ങൾ ഒന്നിച്ച് അടുത്ത ഫ്ലൈറ്റ് വരാം, അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ. ഇതിപ്പോ സത്യത്തിലൊരു പുതിയ ജീവൻ കിട്ടിയെന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ? അഫ്കോഴ്സ്, റിയലി ഇറ്റ്സ് എ മിറാക്കിൾ ആൻഡ് ബ്ലെസ്സിങ്. കാരണം ഇറങ്ങി കഴിഞ്ഞിട്ട് എല്ലാവരും ഓർത്ത് ഏത് സമയത്ത് ഇത് പൊട്ടിത്തെറിക്കും എന്നുള്ള ലാൻഡിങ്ങിന്റെ സമയത്ത് ഞങ്ങൾ അതാണ് ഞങ്ങൾ ഓർത്തത്. ബട്ട് എനി ഗോഡ്സ് ഗ്രേറ്റ്. എന്തായാലും വലിയൊരു അപകടമാണ്, തലനാരിഴയ്ക്ക് മാറിപ്പോയത്. അതിന്റെ ഒരു പുതിയ ജീവൻ കിട്ടിയതിന്റെ പ്രതീക്ഷയിലും സന്തോഷത്തിലും തന്നെയാണ് ഈ വിമാനത്തിൽ നിന്നും ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിരിക്കുന്ന യാത്രക്കാരെല്ലാവരും ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.